സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കേറെ സുപരിചിതരാണ് അനാമികയും വിഷ്ണുവും. കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു. ജീവമാത കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ തന്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അവിടുത്തെ അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിന്റെ മനസ്സിനെയും പ്രശംസിച്ച് മലയാളികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാളികളെ ഏവരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെയാണ് വിഷ്ണുവിനും അനാമികയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അന്ന് കൊടുത്ത ഇന്റർവ്യൂവിൽ വിഷ്ണുവും അമ്മയും പറഞ്ഞിരുന്നു. എന്നാൽ ഏറെ വൈകാതെ 4ാമത്തെ ദിവസം സിസേറിയനായിരുന്ന അനാമിക ഡിസ്ചാർജ് ചെയ്ത് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരവധി ആളുകളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ചില സംശയങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. കാരണം ഒക്ടോബറിലായിരുന്നു അനാമിക വിഷ്ണു ദമ്പതികളുടെ വിവാഹം നടന്നത്. ജൂണിൽ 7 മാസം പൂർത്തിയായപ്പോഴാണ് കുഞ്ഞ് പിറന്നത്. വിവാഹം നടക്കുമ്പോൾ അനാമികയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് അന്ന് വിഷ്ണുവും ഉദയഗിരിജയും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവാഹം നടക്കുന്ന സമയത്ത് 3 മാസം അനാമിക ഗർഭിണിയായിരുന്നുവെന്ന വാദങ്ങളാണ് ചില ആളുകളും യൂട്യൂബർമാരും ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ അന്തേവാസിയായി താമസിക്കുന്ന സമയത്ത് അനാഥാലയത്തിൽ വെച്ച് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ അനാമിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് നിരവധി ആളുകളും വെളിപ്പെടുത്തിയത്. ആ അനാഥാലയത്തിലെ അന്തേവാസികളായ മറ്റു പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ചും ആളുകൾ ആകുലതകൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ഇതിനെതിരെ വിമർശനം വന്നെങ്കിലും ഇപ്പോൾ പോലീസ് തന്നെ ഈ കേസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അനാമിക അനാഥാലയത്തിൽ വെച്ച് പീഡനത്തിന് ഇരയായി എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. ഇതിനെപ്പറ്റി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷമാണ് ഇങ്ങനെയൊരു കേസ് എടുത്തിരിക്കുന്നത്. അനാമികയുടെ ഭർത്താവായ വിഷ്ണുവിനും അമ്മയ്ക്കുമെതിരെയാണ് പോക്സോ കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. ഇങ്ങനെയൊരു ആരോപണം വന്നപ്പോൾ തന്നെ ഉദയഗിരിജ ചില വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. അതിനൊക്കെ എക്സ്പ്ലനേഷനും അവർ വീഡിയോയിലൂടെ നൽകിയിരുന്നു. കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് ഇവർ പറയുന്നുമുണ്ടായിരുന്നു. കുഞ്ഞിന് 1,900 മാത്രമാണ് വെയിറ്റെന്നും അതുകൊണ്ട് ഇതുവരെ കുളിപ്പിച്ചിട്ടു കൂടിയില്ലെന്നും ഉദയഗിരിജ പറഞ്ഞിരുന്നു. എന്നാൽ പ്രസവ സമയത്ത് ഇവർ ചെയ്ത റീലിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നേഴ്സിനോട് ചോദിക്കുമ്പോൾ 2,500 വെയിറ്റ് ഉണ്ടെന്ന് നേഴ്സ് പറയുന്ന വീഡിയോ ഇവർ തന്നെ മുൻപ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. അതിനുശേഷം